ദൈവം തന്നെ തന്നെ ശൂന്യവൽക്കരിക്കൊണ്ട് നഗ്നനാക്കി 5 തിരുമുറിവുകള് ശരീരത്തിലേക്ക് കൊണ്ടുവന്ന് 2 പാദങ്ങളും 2 തുക്കരങ്ങളും ചേർത്ത് വെച്ച് ആണി തറച്ചിറക്കി ലോകത്തിലെ മൃഗബലി മുഴുവൻ നീക്കിക്കളഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ ബലിയുടെ പൂർത്തീകരണം പ്രിയപ്പെട്ടവരെ അവിടെ നടക്കുകയാണ്. എവിടെയാണ്? ഗാഗുൽത്തായില്. ആ ബലിയുടെ പൂർത്തീകരണത്തിന് അവൻ വിളിച്ചു പറഞ്ഞു, പിതാവേ എല്ലാം പൂർത്തീകരിച്ചിരിക്കുന്നു. കണ്ടോ? പിതാവേ എല്ലാം പൂർത്തീകരിച്ചിരിക്കുന്നു. എന്നവൻ ഉറക്കെ നിലവിളിച്ചു പറഞ്ഞു, പിതാവേ എല്ലാം പൂർത്തീകരിച്ചിരിക്കുന്നു. കണ്ടോ? സകല മൃഗബലിയും അന്നോടെ നീങ്ങിക്കഴിഞ്ഞു. പിന്നെ ഒരൊറ്റ ദേവാലയത്തിൽ ആടിനെയോ കാളയോ അറുത്തിട്ടില്ല. ബലിയുടെ പൂർത്തീകരണം 2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്നു. ആ ബലിയുടെ പൂർത്തീകരണമാണ് പ്രിയരേ യേശുവിനെ പ്രസംഗിക്കുന്നത് മതപരിവർത്തനത്തിനാണ് എന്ന് പറഞ്ഞുകൊണ്ട് വടക്കേ ഇന്ത്യയിലെല്ലാം കിടന്ന പ്രശ്നങ്ങളാണ്. സത്യത്തിൽ പ്രിയരെ, ഞങ്ങൾ ഇവിടെ 1 മണിക്കൂർ യേശുവിനെ പ്രസംഗിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഇവിടെ മാമോദീസ മുക്കാൻ നിൽക്കുന്നുണ്ടോ? അങ്ങനെ മാമോദീസ മുക്കാൻ നിന്നാൽ നിങ്ങൾ അതിന് നിന്ന് തരുമോ? ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ പോകും, സുവിശേഷം അറിയിക്കുക. ഈ ബൈബിളിൽ യേശു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയപ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പോയി എല്ലാ ശിഷ്യന്മാരോടും സുവിശേഷം പ്രസംഗി, എല്ലാ സൃഷ്ടികളോടും എന്നാ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് വാസ്തവത്തിൽ സുവിശേഷം മതപരിവർത്തനമല്ല, വെറും തെറ്റിദ്ധാരണ വഴി. പ്രിയരെ, അതൊക്കെ ഓരോ കാര്യസാധ്യതയ്ക്ക് വേണ്ടി പറയുന്നതാണ്. സുവിശേഷം ജീവനാണ്, സുവിശേഷം സത്യമാണ്, സുവിശേഷം ഓരോ മനുഷ്യന്റെ ഇരുളകറ്റുന്ന സത്യമാണ്. പ്രിയപ്പെട്ടവരെ, പിശാച് പോലും വിളിച്ചു പറഞ്ഞു, നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവല്ലേ. കണ്ടോ? പിശാച് വിളിച്ചു പറഞ്ഞു. കാരണം യേശുക്രിസ്തു ഗെരസേനരുടെ നാട്ടില് ഒരു പിശാചു ബാധിതന് സൗഖ്യം കൊടുക്കാനായിട്ട് പോയപ്പോൾ ആ പിശാചു വിളിച്ചു പറഞ്ഞു, നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവല്ലേ. യേശുക്രിസ്തുവിനെ മരക്കുരിശിൽ തറച്ചു താക്കിയ പൊന്തിയോസ് പീലാത്തോസ് പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ